ഹലോ എവ്രി വൺ. ഇന്നലെ വാവായിരുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ കാസർഗോഡ് ജില്ലയിൽ ഉച്ചയ്ക്ക് വാവ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ രാത്രി ഒറോട്ടിയും ചിക്കനും ഉണ്ടാക്കും കേട്ടോ. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പാരൻസ് പണ്ടേ മരിച്ചതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അധികം ബിലീവ് ചെയ്യാറില്ല. അവർ പറയണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി, മരിച്ച ശേഷം കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ്. ഒരു പക്ഷേ കാക്കയ്ക്ക് ആ ഒരു ദിവസത്തെ ചോറ് കിട്ടുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാനെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ആ ചിക്കനും ഒറോട്ടിയും. അപ്പോൾ ഒറോട്ടി എന്ന് പറയുന്ന സാധനം വേറെ സ്ഥലങ്ങളിൽ കൈപ്പത്തിരിന്നും പത്തൽ എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എവിടെ ഇതിന് ഒറോട്ടി എന്നാട്ടോ പറയാറ്. അപ്പോൾ ഇത് കപ്പയും അരിയും ഒക്കെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് പരത്തിയിട്ടാണ് ഉണ്ടാക്കുക, ഓട്ടിയിൽ ചുട്ടിട്ട്. അപ്പം ഇപ്രാവശ്യം അച്ഛനും കൂടി അമ്മേൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഒറോട്ടി പരത്തിയപ്പം അച്ഛൻ ചുട്ടെടുത്തു. നമ്മുടെ ഈ പഴയ വീട്ടിലാണ് നമ്മൾ അധിക സമയം ഉണ്ടാവാറ്. ഇവിടെയാണ് അടുപ്പൊക്കെ ഉള്ളത്. പുതിയ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈമും ആൾക്കാർ വരുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു പഴയ നമ്മുടെ ഷെഡിൽ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടവും അതാണ്. പഴമയെ ഏറെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പകൽ മുഴുവനും അധികവും ആ ഒരു ഷെഡിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് രാത്രി കിടക്കാറാകുമ്പോഴും അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിക്കാനും മാത്രമാണ് നമ്മുടെ ഈ ഒരു പുതിയ വീട്ടിൽ 3 വർഷമായിട്ട് അച്ഛൻ വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ പഴമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഡിഗ്രിയും PG ഒക്കെ ചെയ്തത് ഈ ഒരു ഷെഡിൽ വെച്ച് തന്നെയാണ് കേട്ടോ. നമ്മളെ തറവാടും വീട് പൊളിച്ചിട്ട് 2017 നമ്മൾ ഈ ഒരു ഷെഡിലേക്ക് മാറുമായിരുന്നു പെട്ടെന്ന്. ഈ ഒരു ഷെഡ് ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയുവാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ തറ തൊട്ട് മേൽക്കൂര വരെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ബന്ധുക്കാർ ഇടയ്ക്ക് വന്ന് കൂടുമായിരുന്നു. ഇലക്ട്രിസിറ്റി കണക്ഷൻ മാത്രം നമ്മളിവിടുത്തെ വേണുവേട്ടനാണ് കേട്ടോ ചെയ്തത്. സോ അച്ഛനും അമ്മയും കൂടിയിട്ട് അപ്പങ്ങളൊക്കെ ചുട്ടുണ്ടാക്കി. അതിന് ശേഷം അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഉരുളിയിലപ്പവും ചെമ്മീൻ കൂട്ടും പിന്നെ ഈ ഒറോട്ടിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വാവ് ദിവസങ്ങളിൽ ഒറോട്ടിയും ചിക്കനും ഉണ്ടാക്കുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പഴമയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.